കുറച്ചുകാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ലോകത്തിന്റെ ചരിത്രം കൂടുതൽ പുരോഗമനപരവും ഉറപ്പുള്ളതുമായേനെ. ഫിഡൽ കാസ്ട്രോ ഈ പറഞ്ഞത് മറ്റാരെക്കുറിച്ചുമല്ല, വ്ളാദിമർ ഇലീച്ച് ഉല്യാനോവ്. അതായിരുന്നു അയാളുടെ പേര്. സൈബീരിയയിലൂടെ ഒഴുകുന്ന ലെന നദിയിൽ നിന്നും അയാൾ ലെനിൻ എന്ന പേര് സ്വീകരിച്ചു. പിന്നീട് വ്ളാദിമർ ലെനിൻ എന്ന ആ പേര് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നെഞ്ചേറ്റുന്ന മുഴുവൻ ആളുകളിലേക്കും ഒഴുകി. റഷ്യൻ വിപ്ലവകാരിയായും ഒക്ടോബർ വിപ്ലവത്തിന്റെ നായകനായും ലെനിനിസത്തിന്റെ തുടക്കക്കാരനായും ചരിത്രത്തിൽ അയാളുടെ പേര് എഴുതപ്പെട്ടു. റഷ്യയിലെ സിംബീർസിക്കിൽ 1870 ഏപ്രിൽ 22-നാണ് ലെനിന്റെ ജനനം. ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ. മൂത്ത സഹോദരൻ അലക്സാണ്ടർ ഉല്യാനോവാണ് ലെനിനെ കമ്മ്യൂണിസ്റ്റ് ആശയധാരയിലേക്ക് എത്തിച്ചത്. തീവ്രവാദ പ്രവർത്തനം ആരോപിച്ച് സഹോദരനെ ഭരണകൂടം വധിച്ചതും സഹോദരിയെ നാടുകടത്തിയതും ലെനിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് ലെനിൻ കൂടുതൽ അടുത്തു. രാജ്യത്തെ സാർ ചക്രവർത്തി ഭരണം ഇല്ലായ്മ ചെയ്യുകയായിരുന്നു അന്ന് ഉയർന്നു വന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യം. ലെനിൻ അത്തരം പ്രസ്ഥാനങ്ങളുടെ മുൻനിരയിലേക്ക് വളർന്നു. ഒരു വേള ലെനിനെ ഭരണകൂടം സൈബീരിയൻ മരുഭൂമിയിലേക്ക് നാടുകടത്തി. തിരിച്ച് റഷ്യയിലെത്തിയ ശേഷമാണ് ലെനിൻ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് രൂപം നൽകുന്നത്. 1917 3 വർഷം നീണ്ടുനിന്ന ഒക്ടോബർ വിപ്ലവം റഷ്യയിൽ ആരംഭിച്ചു. എല്ലാ അധികാരവും തൊഴിലാളികൾക്ക് എന്നതായിരുന്നു മുദ്രാവാക്യം. ഒടുവിൽ നിക്കോളാ സാറിനെയും കുടുംബത്തെയും വധിച്ച് ലെനിന്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്തു. കർഷകർക്ക് കൃഷിഭൂമി വിട്ടുകൊടുത്തും സ്വകാര്യ സ്വത്തവകാശം റദ്ദാക്കിയും ലെനിൻ മാറ്റത്തിന് തുടക്കം കുറിച്ചു. ലോകത്താകെയുള്ള കമ്മ്യൂണിസ്റ്റ് ആശയക്കാരെ ചേർത്തു നിർത്താൻ പരിശ്രമിച്ചു. മാർക്സും ഏംഗൽസും ഒരുക്കിയ കമ്മ്യൂണിസ്റ്റ് അടിത്തറയെ ലെനിൻ പരുവപ്പെടുത്തി. പല തവണയാണ് വ്ളാദിമർ ലെനിൻ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വെടിയുണ്ടകൾ നിരവധി ശരീരത്തിൽ ഏറ്റുവാങ്ങിയത് അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിപ്പിച്ചു. തന്റെ 54-ാം വയസ്സിൽ 1924 ഇതേ ദിവസമാണ് ലെനിൻ ലോകത്തോട് വിട പറയുന്നത്. തന്റെ ഹ്രസ്വമായ ജീവിത കാലയളവിൽ ഒരു പുതിയ ലോകക്രമത്തിന് കളമൊരുക്കിയാണ് ലെനിൻ വിട പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ലെനിൻ കുറച്ചുകാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ലോകത്തിന്റെ ചരിത്രം കൂടുതൽ പുരോഗമനപരമായേനെ.